ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അഗെയിൻ. ഞാൻ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് എടുക്കുന്നത്. അപ്പം ഈവനിങ് ജസ്റ്റ് ഒന്ന് പുറത്ത് ഒന്ന് നടക്കാൻ പോയി, പിന്നെ 1-2 ഷോപ്പിലും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ചായയെല്ലാം കുടിച്ച് മെല്ലെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയും ഉള്ളിവടയും പരിപ്പുവടയും ഓർഡർ ചെയ്തു. നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ അൽനാദയിലുള്ള അൽമന്തി റെസ്റ്റോറൻറ്റിലാണ് പോയത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ പോയത് ഹബീബ് ബേക്കറിയിലാണ്. പൊതുവേ മധുരത്തോട്ട് ഇഷ്ടമില്ലാത്ത എൻ്റെ ഹസ്ബൻഡ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതാണ് എന്നെ. എനിക്ക് മധുരം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അവർ കഴിക്കാനൊക്കെ ചെറിയ സാമ്പിളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. UAE-യിലുള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് ചെയ്യേണ്ട ഒന്നാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ ഹബീബ് ബേക്കറി കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് 2-3 കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, കേക്ക് പീസസ്. പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഹബീബ്സ് പഫ് എന്ന് പറയുന്നത് അതും എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ റിവ്യൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരെ ലുലുവിലേക്ക് പോയി. ലുലുന്ന് പിന്നെ വീട്ടിലേക്കും കിച്ചണിലേക്കൊക്കെ ആവശ്യത്തിനുള്ള 1-2 ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അവിടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സാധനം എടുത്ത് ഇറങ്ങാൻ പറ്റി. പിന്നെയെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് റൂമെത്തി ടേസ്റ്റ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത് ചോക്കോ റെഡ് വെൽവെറ്റ് ആണ്. നോർമൽ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഡിഫറെൻ്റ് ആണ്. പിന്നെ ടേസ്റ്റിലും ചെറിയ വ്യത്യാസമുണ്ട്. അധികം മധുരവും ഇല്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത് ഞാൻ കഴിച്ചത് സ്ട്രോബെറീൻ്റെ മിനി കേക്കാണ്. ഒരു ചീസ് കേക്ക് അല്ല, പക്ഷേ അത്രയും സോഫ്റ്റാണ് ഇതിൻ്റെ ക്രീം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടിയിലോട്ടും അതെ സ്ട്രോബെറീൻ്റെ നല്ല ഫ്ലേവർ അറിയാനുണ്ടായിരുന്നു. പിന്നെ കഴിച്ചത് ഹബീബ്സ് പഫ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്നാണ് അവർ പറഞ്ഞത്. അടിപൊളി